തൃശൂർ അക്കിക്കാവിൽ തീപിടുത്തം. കൃഷി ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ വിൽക്കുന്ന അഗ്രിടെക് സ്ഥാപനത്തിലാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ സേന എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് സജി പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ടോ? വലിയ തീപിടുത്തമാണോ? നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിട്ടുണ്ടോ സൂരജ്? തീർത്തും വലിയ തീപിടുത്തമാണ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് ഇതേ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടാവുകയും 2.5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അതേ സ്ഥാപനത്തിൽ വീണ്ടും ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 8:30യോടുകൂടിയാണ് ഈ കുന്നംകുളം പെരുമ്പിലാവിലെ ഈ അക്കിക്കാവിൽ പ്രവർത്തിക്കുന്ന അഗ്രിടെക് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തീപിടിച്ച മുകളിലത്തെ നിലയിൽ തന്നെ ഇന്നും വീണ്ടും തീപിടിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഇത് ആദ്യം പെടുന്നത്. പിന്നീട് നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തി വരികയുമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നടക്കം ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തീ ആളിപ്പടരുന്നതാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഈ രാസകീടനാശിനികൾ അടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവയ്ക്ക് അടക്കം തീ പിടിച്ചതാണ് ഈ വലിയ രീതിയിൽ തീ ആളിക്കത്താൻ ഇടയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ തീപിടുത്തം ഉണ്ടായപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളതായിരുന്നു നിഗമനം. ഇക്കുറിയും ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നുള്ള പറയുന്നു. പക്ഷേ ഈ മരുന്നുകളിൽ ഏതെങ്കിലും കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു രാസമാറ്റം ഉണ്ടായതാണോ ഈ തീപിടുത്തത്തിന് ഇടയാക്കിയതെന്ന സംശയവും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം നിലവിൽ തുടരുകയാണ്. ടി.കെ. സൂരജ് സജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.